ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി വിഭവങ്ങളുടെ വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മളൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് അരിപ്പൊടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരല്ലി വെളുത്തുള്ളി രണ്ടായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ള് ജീരകവും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോറ് അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത മിക്സ് ഇതുപോലെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത്, ഒരു സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും, ഒരു എരിവിന് വേണ്ടി 2 പച്ചമുളകും 4 വറ്റൽമുളകും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിലൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ദാ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡിയായി. ഇനി അടുത്തതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ നല്ലപോലെ പഴുത്തിട്ടുള്ള 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. എന്നിട്ട് ചൂടായി വന്ന പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി, കപ്പലണ്ടി കട്ട് ചെയ്ത് വെച്ചതിന് കുറച്ച് നേന്ത്രപ്പഴവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു പാനിൽ തന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു കവർ പാലൊഴിച്ചെടുത്തതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതേ ടേബിൾ സ്പൂൺ അളവിൽ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/4 സ്പൂൺ അളവിലുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു നേന്ത്രപ്പഴം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഴവും കപ്പലണ്ടിയും മുന്തിരിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഐസ്ക്രീമിൻ്റെയൊക്കെ അതേപോലത്തെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അതും നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഈ പലഹാരത്തിന് വേണ്ടി 3 നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പലഹാരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 ഏലക്കയും ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 3 നേന്ത്രപ്പഴവും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നേന്ത്രപ്പഴം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താലേ ഇതുപോലെ കഷ്ണം കഷ്ണമായിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ മുട്ട അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഈ ഒരു നേന്ത്രപ്പഴം അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 60 ml കപ്പിൻ്റെ അളവിൽ ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ച മിക്സ് മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ദാ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരം റെഡിയായി കിട്ടി. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇനി അടുത്തതായിട്ട് പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്.
ഇതിനായിട്ട് ഞാൻ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണിത്. എത്രത്തോളം പച്ചരി കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നല്ലൊരു മണത്തിന് വേണ്ടി 3 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള അരക്കപ്പ് അളവിൽ പശുവിൻ പാലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നിറയെ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഞാൻ ഇതുപോലെ കോരി കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലാസ്സിലാണ് വേവിച്ചെടുക്കുന്നത്. സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ലപോലെ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 ഭാഗത്തോളം ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഉണക്കമുന്തിരി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ ഗ്ലാസ്സിന് മുകളിലേക്ക് വരും, അതുകൊണ്ടാണ് 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത്രേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ചൂടാക്കി എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിലെ മാവ് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്. 40-45 മിനിറ്റ് ആയപ്പോഴേക്ക് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറായി കഴിഞ്ഞു. വെന്ത് കിട്ടാനായിട്ട് എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പഞ്ഞ് പോലെ ഇരിക്കുന്ന കേക്കാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പൊടി വാട്ടിയെടുക്കാതെ ഒട്ടും തന്നെ വെള്ളമൊന്നും യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു പുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് അളവിൽ 1 കപ്പ് നിറയെ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൾസ് മൂഡിലിട്ടിട്ട് ഒരു 4-5 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തരിതരിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പുട്ടിൻ്റെ മാവ് റെഡിയായി. ഇനി നമുക്കിത് സാധാരണ പുട്ടുകുറ്റിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചിരട്ടപ്പുട്ട് മേക്കറിലോ വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പൊടിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നിറച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നിറച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരമാകുമ്പോഴേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും യൂസ് ചെയ്യാതെ പൊടിയൊന്നും വാട്ടാതെ നല്ല പഞ്ഞ് പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പുട്ട് റെഡിയായി കിട്ടി. ഇനി അടുത്തതായിട്ട് മാവൊന്നും കുഴച്ച് പരത്താത്ത നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് അളവിൽ പിളർപ്പ് ഉഴുന്നാണ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ ഉഴുന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരക്കപ്പ് അളവിൽ പകുതി എടുത്താൽ മതിയാവും. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിന് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഇത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മാവ് ഒട്ടും തന്നെ ലൂസ് ആവാതെ കുറച്ച് ബോൾസ് ആയിട്ടൊക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു പരുവത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അരച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുത്തെന്നല്ലാതെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി ഇത് സാധാരണ ചപ്പാത്തി പലകയിലോ അല്ലാന്നുണ്ടെങ്കിൽ പ്രസ്സിലോ ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര കട്ടിയൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഒരു പരന്ന സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റും കൂടെ എടുത്ത് അതിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് എണ്ണയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. ഇനി ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണിത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്വീറ്റാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നാവിൽ അലിഞ്ഞിറങ്ങുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 9 പീസ് റസ്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അടുത്തതായി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ 1 കപ്പ് കപ്പലണ്ടിയും ഒരു 2 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി പൊടിച്ചെടുത്ത ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നല്ല പൗഡർ പോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും ഉണക്കമുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതേ പാനിൽ തന്നെ ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന ആ ഒരു പാൽപ്പൊടി മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, കൈവിടാതെ. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തന്നെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിലേക്ക് ആദ്യം റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു കപ്പലണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് മാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദാ ഇതുപോലെ കറക്റ്റ് ചെയ്ത് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് കമിഴ്ത്തി തട്ടി കൊടുക്കാം. ഇപ്പോൾ ദാ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ഇനി അടുത്തതായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ഒരു സ്പൂൺ അളവിൽ, അതായത് ചെറിയൊരു സ്പൂണാണ്, ഈ സ്പൂണിൻ്റെ അളവിൽ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സബോള കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതുപോലെ ഓരോന്നെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ടാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചെറുതാക്കി എടുക്കണം ഇതിലേക്ക് എല്ലാ കൂട്ടുകളും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 1 സ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം. ഇതിൻ്റെ ആ ഒരു പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരേക്കും ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഇതേ പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്കൊരു ബാക്കി വന്ന ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ബാക്കി വന്ന ചപ്പാത്തി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി പരത്തിയെടുക്കുന്ന മാവ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു ചീസിന് മുകളിലേക്കായിട്ട് ഒരു ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ട് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു ചപ്പാത്തിയുടെ പുറത്ത് പോവാത്ത രീതിയിൽ വേണം ഈ ഒരു ചീസും മസാലയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അതിൻ്റെ വക്കൊക്കെ. ഇനി ഈ ഒരു മസാലയുടെ പുറത്തും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കൂടി കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആകെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ചപ്പാത്തി 3 എണ്ണമാണ്, താഴെ 2 എണ്ണവും ഏറ്റവും മുകളിൽ 1 എണ്ണവും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടും. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റികളായിട്ടുള്ള കിടിലൻ പലഹാരങ്ങളാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.